ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 324 അതിൽ ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും നിഷ്പക്ഷമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് നിഷ്പക്ഷം എന്നതിന് പകരം ഒരു പ്രത്യേക പക്ഷമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പക്ഷം പറയേണ്ട ഒരവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വന്നു ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുമ്പ് ED ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ രാജ്യം ഭരിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതെങ്കിൽ ഇന്ന് ഈ ഒരു 2024 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അധികാരത്തിൽ വന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചാണ് അധികാരത്തിൽ വന്നത് എന്നത് കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിയെ ഈ ചാനലിലൂടെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ എടുത്ത ആ ഒരു വിഷയം പഠിക്കാനെടുത്ത ഒരു ക്ഷമ, ഒരു 4 മാസത്തെ ക്ഷമ കാണിച്ച അദ്ദേഹത്തിന് കൃത്യമായി സപ്പോർട്ട് ചെയ്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വിഷയം കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ യഥാർത്ഥമായ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ കൃത്യമായ ഉത്തരവാദിത്വം. അത് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ കൃത്യമായി ചെയ്തു എന്നാണ് പറയാനുള്ളത്. നോക്കൂ, 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യ ചരിത്രത്തിലാദ്യമായി ഒരു ഇലക്ഷൻ കമ്മീഷൻ രാജിവെച്ച് രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായാലും അത്തരം മുമ്പ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ കൃത്രിമ മാർഗങ്ങളിലൂടെയും ഊടുവഴികളിലൂടെയും ജനാധിപത്യത്തെ ചവിട്ടിമെരിച്ച ഒരു യഥാർത്ഥ ഹിറ്റ്ലറിസത്തിലേക്ക് രാജ്യത്തെ എത്തിച്ച ഒരു ഭരണ നിർവഹണമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വാഴ്ത്തപ്പെടുന്ന ഒരു രാജ്യത്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ഈവൻ കേരളത്തിൽ തൃശ്ശൂരിൽ പോലും ഇത് സമഗ്രമായി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം ചെറുതൊന്നുമല്ല എന്ന് കൃത്യമായി വിലയിരുത്തുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിന് അടിവരയിട്ടുകൊണ്ടാണ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചാലും BJP-ക്കാരെ വിജയിപ്പിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ജനാധിപത്യത്തെ ഇത്രയധികം ചവിട്ടി മെതിച്ചരച്ച് അധികാരം പൊട്ടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. ഇത്തരത്തിലുള്ള ചില നല്ല പ്രവണതകൾ ഇന്ത്യ സഖ്യം പ്രകടിപ്പിക്കുന്ന സമയത്താണ് കേരളത്തിലെ ചില രാഹുലന്മാർ കേരള രാഷ്ട്രീയത്തെ തന്നെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിഷ്പക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കൂട്ടം യഥാർത്ഥത്തിൽ രാജിവെക്കുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് അദ്ദേഹം ഈ ടേം പൂർത്തിയാക്കിയ ശേഷം പാലക്കാട് വീണ്ടും ഷാഫിയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഷാഫിയുടെ നോമിനിയായിട്ട് അല്ലെങ്കിൽ ഷാഫിയുടെ പിൻഗാമിയായിട്ട് അവിടെ തന്നെ തുടരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം 2 ലക്ഷത്തോളം വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് സമാനമായ ഒരു പ്രവർത്തനം നടത്തി ഒരു പ്രസിഡൻ്റായിട്ടുള്ള ഒരാളെ വീണ്ടും തലവലിക്കുക, വീണ്ടും മത്സരിപ്പിക്കുക, ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ പാരമ്പര്യേതര സ്വഭാവമാണ്. അതായത് പച്ചക്കള്ളങ്ങൾ പരവതാനി വിരിച്ച് ഇറക്കാൻ കഴിയുന്ന ആരുണ്ടോ അവർക്ക് നേതൃസ്ഥാനം കൊടുക്കൽ, അവരെ മുന്നോട്ട് കൊണ്ടുവരിപ്പിക്കുക. കാരണം അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. കഴുത്തിന് ചുറ്റും നാവുള്ള ആൾക്കാരെ ഏറ്റവും ഉന്നത എത്തിക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് വെറും പ്രസംഗത്തിലൂടെയല്ല, പകരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുന്നതിലൂടെയാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ നേട്ടം എന്നത്. അത് ഇനിയെങ്കിലും ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം പ്രതീക്ഷിക്കാം എന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു.